ഹലോ, വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഇഫ്താർ വ്ളോഗ് തന്നെയാണ്. റെസിപ്പീസൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് ഒരു അറബിക് സ്വീറ്റിൻ്റെ റെസിപ്പിയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ അറബിക് സ്വീറ്റ് ആയിട്ടുള്ള ലുക്കീമത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാവ് ഒന്ന് കുഴച്ച് വെക്കുകയാണ്. അപ്പോൾ 2 കപ്പ് മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1.5 കപ്പോളം നേരെ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അങ്ങനെ അധികം ചൂടുള്ള വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതുപോലെ കുറച്ച് ചൂടുള്ളത് മാത്രമേ ഒഴിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള മാവായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ മാവ് ഡബിൾ സൈസിൽ പൊങ്ങി വരും. അപ്പോൾ അതിനായിട്ടാണ് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഞാനിത് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഏകദേശം ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. പിന്നെ ഇന്ന് വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഇനി സമൂസയിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഒരു കുഞ്ഞ് പീസ് ക്യാബേജ് എടുത്തിട്ടുണ്ട്, ഒരു വല്യുള്ളി, കുറച്ച് ബീൻസ്, പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ വെജിറ്റബിൾസൊക്കെ നല്ലോണം ക്ലീൻ ആക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇനി സമൂസൻ്റെ ഫില്ലിങ്ങിനായിട്ടുള്ളത് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ആദ്യം വെളുത്തുള്ളിയും പച്ചമുളകും മുറിച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എനിക്ക് ആ ഇഞ്ചിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇഞ്ചി ഞാനിവിടെ ഒഴിവാക്കുന്നത്. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്നും അങ്ങനെ അധികം വേവാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. എന്നിട്ട് അടുത്തതായിട്ട് ഞാൻ ബീൻസാണ് ചേർക്കണേ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ്, പൊട്ടേറ്റോ, ബീട്രൂട്ട്, അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. വെജും കൂടെ ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല, ഉപ്പും ഗരം മസാലയും മാത്രം ചേർത്തിട്ടുള്ളൂ. ഇനി ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി അവസാനം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇന്ന് മല്ലിയില കിട്ടാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഉമ്മന്ന് പൊരിച്ച മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവരൊന്ന് പോയിട്ട് നോക്കുക. ഇപ്പം ഞാൻ ഷുഗർ സിറപ്പ് ആക്കുകയാണ് നമ്മുടെ ലുക്കൈമത്തക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈക്വൽ എമൗണ്ട് വെള്ളവും പഞ്ചസാരയും എടുക്കുക. എന്നിട്ട് രണ്ടും കൂടി ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഷുഗർ സിറപ്പാക്കി എടുക്കുക. സമൂസൻ്റെ തീന ഇപ്പം നല്ല ചൂടാറിയിട്ടുണ്ട്. ഇനി അത് സമൂസ ലീഫിൽ വെച്ചിട്ട് മടക്കിയെടുക്കുകയാണ്. കറിയിലേക്കുള്ള മസാലയൊക്കെ ഉമ്മ വഴറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ആദ്യം ഒരു സമൂസ ലീഫ് എടുത്തിട്ട് അതിങ്ങനെ കൈ വെച്ച് കോണാക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് മാത്രം ഫില്ലിങ് വെക്കുക. അതിനുശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അവസാനത്തെ ഭാഗത്ത് കുറച്ച് മൈദ പേസ്റ്റ് ആക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ ബാക്കി എല്ലാ സമൂസയും ചെയ്തെടുക്കുക. ഇപ്പോൾ ആ മസാലയൊക്കെ വെച്ച് സമൂസ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാൻ പോവാണ്. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ലുക്കീമത്തും ഇതിൽ തന്നെയാണ് പൊരിച്ചെടുക്കണത്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തേണ്. ഓയിൽ ചൂടായി വന്നപ്പോൾ സമൂസ 1-2 ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ സമൂസ ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയത് പൊരിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കുക. നല്ല ഹൈയിൽ വെക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും അങ്ങനെ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുക. അങ്ങനെ ഇതാ സമൂസ ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഓയിലിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇന്ന് ഡ്രിങ്കായിട്ട് നമ്മൾ ഷാർജ ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. മൈസൂർ പഴം അല്ലെങ്കിൽ ചെറുപഴം എന്ന് പറയും. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കും. അതിന് ശേഷമാണ് ബാക്കി പാലൊഴിക്കുക. എന്നിട്ട് വീണ്ടും അടിക്കും. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മേലെ കുറച്ച് ബൂസ്റ്റോ ഹോർലിക്സോ ഇട്ട് കൊടുക്കും. അങ്ങനെ സമൂസയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലുക്കീമത്ത് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് കൈ വെച്ചിട്ട് ഒന്നുകൂടെ കുഴച്ച് കൊടുക്കുക. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിലൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നമ്മുടെ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടും. ഇനി ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. എളുപ്പം പണി കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ള മാവ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് സ്ക്വീസ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഞാനാകെ 2 ബാച്ചാക്കിയിട്ടാണ് പൊരിച്ചെടുത്തത്. ഇനിയും മാവുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ആകെ ഇത്ര മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പൊരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ആക്കിയിട്ട് പിന്നെ വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കഴിക്കുക. അല്ലെങ്കിൽ നമുക്ക് തേന് ഒഴിച്ചിട്ടും കഴിക്കാൻ പറ്റും. ഉമ്മയും അനിയന്മാരും കൂടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് എല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ആ വൈറ്റ് കളറുള്ളത് നമ്മുടെ തെങ്ങിൻ്റെ കരിമ്പാണ്, ആപ്പപ്പോൾ കൊണ്ട് തന്നതാണ്. അപ്പോൾ അതും എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും നോമ്പ് തുറന്നു. ലുക്കീമത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുറത്ത് നല്ല ക്രഞ്ചിയാണ്, അകത്ത് സോഫ്റ്റും. തേൻ ഒഴിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചതിൻ്റെ മേലെ വീണ്ടും കുറച്ച് തേനൊക്കെ ഒഴിച്ചിട്ടാണ് കഴിച്ചത്. കുറച്ച് മധുരം വേണം, എന്നാലാണ് അതിന് ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. പിന്നെ വെജിറ്റബിൾ സമൂസയിൽ അധികം മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല രസമുണ്ട്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പുളിൻ്റെ ആ ഒരു സോസ് ഉണ്ടല്ലോ, അത് കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ പുളിയും മധുരവും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടേനു. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു നമ്മുടെ ഇൻട്രോനെ പറ്റിയിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വേറൊരു ഇൻട്രോ ആണ് ഇട്ടിട്ടുള്ളത്. ഈ ഇൻട്രോ ആണോ നമ്മുടെ പഴയതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള കാര്യം വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക്